കണ്ണാ, കണ്ണാ, ഈ കുട്ടി ഇതെവിടെയാ? അമ്പലത്തിലാണെങ്കിൽ ജനസമുദ്രം, കോടതി വിളക്കിൻ്റെ തിരക്കും, പിന്നെ കൂടാതെ ആ നന്ദഗോവിന്ദത്തിലെ കുട്ടികളുടെ ഭജനയും എല്ലാം കൊണ്ടും തിരക്കോടെ തിരക്ക്. ഈ ബഹളത്തിനിടയ്ക്ക് എൻ്റെ പൊന്നുണ്ണി, നീ എവിടെയാ ഈ ഓടിക്കളിക്കണേ? ആരെങ്കിലും ഒരു പിടി മഞ്ചാടിക്കുരു എടുത്ത് കയ്യിൽ കൊടുത്താൽ അവരുടെ കൂടെ അങ്ങോട്ട് പൊക്കോളും. അല്ലാന്ന് വെച്ചാലോ ചോറ് കൊടുക്കാൻ വന്നേക്കണേ വാവമാരെയും നോക്കി നിന്നോളും. ഇനി അതും അല്ലാന്ന് വെച്ചാൽ ആനയുടെ പിറകിലോ ചെണ്ടക്കാരുടെ കൂടെയോ ഒക്കെ ആവും. ഓരോ തവണയും നട അടയ്ക്കുമ്പോൾ കണ്ണൻ ഇറങ്ങി ഓടും കളിക്കാൻ. ഇനി എവിടെയാന്ന് വെച്ചാൽ ഞാനൊന്ന് കണ്ടുപിടിക്കാം. അച്ഛൻ തിരുമേനി ഒരിച്ചിരി നിരാശയോട് പറഞ്ഞു. കുറച്ചുമണി ഒന്നും അല്ലാട്ടോ കണ്ണ, നീ അച്ഛൻ തിരുമേനി എങ്ങനെ കളിപ്പിക്കണേ? ആ വിഷമം കണ്ടിട്ടാവും ദാ എവിടുന്നോ ഓടി കിതച്ച് വരണോ കണ്ണൻ. ഹോ, എൻ്റെ അച്ഛൻ തിരുമേനി, എന്തൊരു തിരക്കാ! ഞാനേ അച്ഛൻ തിരുമേനിക്ക് ഭജന കേൾക്കാനായിട്ട് ഒരു ഇടം കണ്ടുപിടിക്കാൻ പോയതാ. എന്താ തിരക്ക്! അല്പം ദേഷ്യത്തിൽ തിരുമേനി പറഞ്ഞു, മതി മതി, ഇനി ഓടിക്കളിച്ചത്, വരൂ, പൂജയ്ക്ക് സമയമായി. അല്ല, അപ്പോൾ അച്ഛൻ തിരുമേനി ഭജന കേൾക്കാൻ വരുന്നില്ലേ? ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടുകൊള്ളാം. അപ്പോൾ എന്നെ വിടൂലേ? കണ്ണൻ സങ്കടത്തോടെ ചോദിച്ചു. തിരുമേനി കണ്ണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, എന്നിട്ട് പിതൃവാത്സല്യത്തോടെ പറഞ്ഞു, നല്ല കുട്ടിയായിട്ട് പൂജയൊക്കെ കഴിഞ്ഞ് നേദ്യം മുഴുവനും വയറ് നിറച്ച് കഴിച്ച അച്ഛൻ തിരുമേനി വിടാം. കണ്ണൻ അപ്പോഴേക്കും എന്തൊരു നല്ല അനുസരണയുള്ള കുട്ടിയായി അങ്ങോട്ട് മാറി. അച്ഛൻ തിരുമേനി പറയണ പോലെ ഇനി കണ്ണൻ എന്തും ചെയ്യൂ. തിരുമേനിക്ക് കൊടുത്ത വാക്ക് പാലിച്ചു കണ്ണൻ. തിരുമേനി പറഞ്ഞ പോലെ ഒക്കെ അനുസരിച്ചു. മിടുക്കനാട്ടോ. എന്നാ ശരി, ഇനി ഭജന കേൾക്കാൻ പോയിക്കോളൂ. അച്ഛൻ തിരുമേനി അനുവാദം കൊടുത്തു. പിന്നെ സൂക്ഷിച്ച് തിരക്കിലൊന്നും പോവരുത് കേട്ടോ കണ്ണാ. കണ്ണൻ സന്തോഷത്തിൽ ഓടി ചാടി വേഗം ആ ഭജന നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. എന്നിട്ട് ആരും കാണാതെ പാടുന്ന കുട്ടികളുടെ ഇടയ്ക്ക് കയറി അങ്ങോട്ട് ഇരുന്നു. എന്ത് രസാ ആ പാട്ടുകൾ കേൾക്കാൻ! എന്ത് ആത്മാർത്ഥമായിട്ടാ ആ കുട്ടികൾ പാടണേ! കണ്ണന് നല്ല ഇഷ്ടമായി. ആ ഭജന പാടുന്ന ഓരോ കുട്ടികളും ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. സരസ്വതി ദേവിയുടെ നിറഞ്ഞ കടാക്ഷം ആ പാടുന്ന ഓരോ കുട്ടികളിലും ഉണ്ട്. അവിടെ അവരോടൊപ്പം ഇരുന്ന് പാട്ടുകളൊക്കെ ആസ്വദിച്ച് കണ്ണൻ്റെ മനസ്സ് നിറഞ്ഞു. ആ മനസ്സ് നിറഞ്ഞാൽ പിന്നെ അനുഗ്രഹ വർഷമാണ്. കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവരിലും നിറഞ്ഞു വർഷിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ.